അപ്പോൾ ഇന്നൊരു ഈസി ടേസ്റ്റി ലഞ്ച് ബോക്സ് ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പം അതിലേക്കൊരു 10-15 വെണ്ടയ്ക്ക നൈസായിട്ട് മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ല അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെയും ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കണം. അത് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേകാനായിട്ട് കുറച്ച് സമയം 2 മിനിറ്റ് മാത്രം അടച്ചു വെച്ചാൽ മതി. 2 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ വഴുവഴുപ്പ് മാറുന്നവരേക്ക് നമ്മൾക്ക് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. കുറച്ച് സമയം എടുക്കും, ഒരു 5-10 മിനിറ്റോളം എടുക്കും. അത് ശരിക്കും വഴുവഴുപ്പ് മാറി വന്നു കഴിയുമ്പം അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ അതൊന്ന് മിക്സ് ചെയ്യുക. അത് മിക്സ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ചൂട് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 1/2 സ്പൂൺ തൈര് കൂടെ ചേർത്ത് കൊടുക്കുക. അത് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ലഞ്ച് ബോക്സിലേക്ക് ആക്കി എടുക്കാം. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ.